ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അനിഷേധന നേതാവ് ശ്രീ വി എ ജോസഫ് സാറിൻ്റെ മകൻ അബു ജോൺ ജോസഫാണ്. അദ്ദേഹമായിട്ട് ഒരു 10 മിനിറ്റ് ഒരു അഭിമുഖമാണ് അദ്ദേഹത്തിന്. താങ്ക് യു. ഇപ്പോൾ എന്താണ് അബു നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ നിൽക്കുന്നു ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ? ഞാനിപ്പം നിലവിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്ററായിട്ട് കഴിയുന്നു. അതുപോലെ പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗമാണ്. പാർട്ടിയുടെ ഒരു പോഷക സംഘടനയുണ്ട്, IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇപ്പം 14 ജില്ലകളിലും പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിൽ ഒരു സജീവമായിട്ടുണ്ട്. അതെ, എല്ലാ ജില്ലകളിലും. ഇനിയിപ്പം നാളെ കണ്ണൂർ പോവുകയാണ് രാത്രി. മറ്റന്നാൾ അവിടെ പാർട്ടിയുടെ 3 കമ്മിറ്റികളുണ്ട്. നിയമമണ്ഡലം കമ്മിറ്റിയും 2 മണ്ഡലം കമ്മിറ്റിയും. ചുരുക്കം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അപ്പച്ചനേക്കാൾ തിരക്കുള്ള ആളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പച്ചനേക്കാൾ തിരക്കൊന്നും പറയത്തില്ല. അപ്പച്ചൻ്റെ തിരക്ക് നമുക്ക് ഇതുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നല്ല ബിസിയാണ് എന്നൊക്കെയാണ് അതെ കേൾക്കുന്നത്. ഓട്ടമാണ് രാവിലെ കൊണ്ട്. അതെ അതെ അതെ, ഞങ്ങൾ രാവിലെ അന്വേഷിച്ചപ്പോൾ തന്നെ ഇന്ന് 8-10 പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതെ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക്? കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്വാധീന മേഖലകളിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നല്ല രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളും നേടാൻ സാധിക്കുമെന്ന് എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പുവിൻ്റെ വരവിൽ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങളിപ്പോൾ ചാനലൊരു സർവേ നടത്തിയപ്പോൾ ഒരു പുതിയൊരു ഉണർവ് പാർട്ടിക്ക് മൊത്തം വന്നിട്ടുണ്ടെന്നുള്ള ഒരു ജനസംസാരം മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രമാത്രം പാർട്ടിക്ക് അത് ഗുണകരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതിനെപ്പറ്റി എന്താണ്? ഇപ്പോൾ തൊടുപുഴയിൽ ഇപ്പോൾ ഏതൊരു പാർട്ടിയും നമുക്ക് പാർട്ടിയുടെ വളർച്ച എന്നുള്ളത് അടിസ്ഥാന ഘടകങ്ങളിൽ വാർഡ് തലങ്ങളിൽ ഉള്ള ജനങ്ങളുമായിട്ട് നമ്മൾ അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, അവരുമായിട്ട് ഇടപഴകി അവിടെയുള്ള വിഷയങ്ങൾ പഠിച്ച് അവിടെയുള്ള പാർട്ടിയുടെ വാർഡ് തല കമ്മിറ്റികൾ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഏതൊരു പാർട്ടിയും നിലനിൽക്കത്തുള്ളൂ. ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി തൊടുപുഴയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴയിലല്ല, മറ്റ് മണ്ഡലങ്ങളിലും അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളും, തൊടുപുഴയിൽ 12 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് 2 മണ്ഡലങ്ങളുണ്ട്. ഈ 14 ഇടങ്ങളിലും മണ്ഡലം കൺവെൻഷനുകൾക്ക് ശേഷം ഇപ്പോൾ വാർഡ് തലങ്ങളിൽ കഴിയുന്നിടത്തൊക്കെ വാർഡ് കൺവെൻഷനായിട്ട് തന്നെ ഇപ്പം ഇന്ന് ഇപ്പോൾ പട്ടായക്കുടിയിൽ പോയിട്ടാണ് ഞാൻ വരുന്നത്. പട്ടായക്കുടിയിൽ ഒരാഴ്ച മുമ്പ്, 1.5 ആഴ്ച മുമ്പ് പട്ടായക്കുടിയിൽ ഒരു വാർഡ് കൺവെൻഷനിൽ ഏതാണ്ട് 65-70ഓളം ആളുകൾ ഒരു വാർഡ് കൺവെൻഷനിൽ പങ്കെടുത്തു. അതുപോലെ രാജഗിരി എന്ന് പറഞ്ഞ പട്ടായക്കുടിയുടെ അടുത്ത് തന്നെ മറ്റൊരു വാർഡുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ 60 അടുത്ത ആളുകൾ. അപ്പോൾ ആ വെൺമണിയുടെ മുകളിൽ നമ്മുടെ അവിടുന്ന് തിരിയുന്ന അവിടെയും നമ്മുടെ വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ ഒരു അതിരാണ്. അവിടെ ഇതുപോലെ തന്നെ ഒരു വീട് മുറ്റത്ത് ഏതാണ്ട് 55 ആളുകൾ ഒരു വാർഡ് കൺവെൻഷനുകൾ പങ്കെടുത്തു. അപ്പം അത് തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തും ഇത്രയും ആളുകൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ്, അപ്പോൾ ഇവിടെ തന്നെ പുറപ്പുഴ 4ാം വാർഡ് കൺവെൻഷനിലും ഇതുപോലെ ഏതാണ്ട് 70 പേര് പങ്കെടുത്തു. നമ്മുടെ ഈ വീട് നിൽക്കുന്ന പഴയ 4ാം വാർഡായിരുന്നു. ഇവിടുത്തെ മെമ്പറിൻ്റെ വീട്ടിലാണ് കൂടിയത്. അപ്പം ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധാരാളം ആളുകൾ നമ്മളൊരു പ്രവർത്തനമായിട്ട് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ പ്രവർത്തിക്കാൻ കൂടെ വരുമെന്നുള്ളതിനൊരു വിശ്വാസം കിട്ടിയിട്ടുണ്ട്. അല്ല, അപ്പോൾ എൻ്റെ പ്രവർത്തനത്തിൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഈ മറ്റ് പല നേതാക്കന്മാരെ അപേക്ഷിച്ച് ഈ ആളുകളെ ശ്രദ്ധിക്കാൻ, ക്ഷമയോടുകൂടി ആളുകളുടെ പരാതികൾ കേൾക്കാനോ അവരുടെ പ്രശ്നങ്ങൾ അതിന് സമയമെടുത്തിട്ടാണെങ്കിൽ അത് ശ്രദ്ധിക്കാനുള്ള ഒരു മനോഭാവം കാണിക്കുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ജനങ്ങളുടെ വന്നിട്ടുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. തീർച്ചയായിട്ടും നമ്മൾ ആളുകളുമായിട്ട് ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, പല ആളുകളുടെയും പ്രശ്നമെന്ന് പറയുന്നത് ആ പ്രശ്നം കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. അപ്പം ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഇപ്പോൾ എനിക്കൊരു വിഷയമുണ്ടെങ്കിൽ ഇദ്ദേഹം എൻ്റെ പാർട്ടി നേതാവാണെങ്കിൽ ഞാൻ ഇദ്ദേഹത്തോട് എനിക്കൊരു വിഷയമുണ്ട് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അത് കേൾക്കാനുള്ള ക്ഷമ കാണിച്ച് ഒരു 10 മിനിറ്റ് ഞാൻ പറയുന്നത് കേട്ടാൽ
അയാളുടെ മനസ്സിലുള്ള ഒരു വിഷമത്തിൻ്റെ ഒരു 70% തീരും. പിന്നെ ഒന്ന് പുറത്തൊക്കെ തട്ടി നമുക്കിത് പരിഹരിക്കാം. ഇപ്പം എല്ലാ വിഷയങ്ങളൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. പക്ഷേ പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ് കൂടുതലും. ഇപ്പം ചിലപ്പോൾ ചില വ്യക്തികൾ തമ്മിലുള്ള വിഷയമായിരിക്കും. ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള വിഷയങ്ങളായിരിക്കും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സംസാരിക്കാണ്ടിരുന്നുകൊണ്ടുള്ള വിഷയങ്ങളായിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇപ്പം ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കൊമോഡിറ്റി എന്ന് പറയുന്ന സമയമാണ്. അപ്പം നമ്മുടെ സമയം ഇവർക്ക് വേണ്ടി നമുക്ക് ചിലവഴിക്കാൻ സാധിച്ചാൽ അതിനെ വിലമതിക്കുന്ന ആളുകളാണ് മുഴുവനും. അതായത് ഇപ്പം പല നേതാക്കന്മാരും ഈ വോട്ടൊക്കെ ചെയ്ത് ജയിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് ആവശ്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മുഖം കൊടുക്കാൻ പോലും, മുഖം തരാൻ പോലും തയ്യാറില്ലാത്തൊരു സ്ഥിതിവിശേഷം. ആ കാലഘട്ടമൊക്കെ മാറി. ഇനിയിപ്പോൾ നേതാക്കന്മാരാകണമെങ്കിൽ ജനങ്ങളുടെ കൂടെ ഇറങ്ങി നിന്നാലേ നേതാക്കന്മാരാകാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. തൊടുപുഴ നിയോജകമണ്ഡലത്തിലെല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഈ തൊടുപുഴയ്ക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഭരണത്തിലേക്ക് വരുമ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? തൊടുപുഴയിൽ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം. അതെ, അത് ഞാൻ പറയുന്നത്, ഇത് ഞാനെന്നല്ല, ഇനി തൊടുപുഴയുടെ ഭാവി എന്ന് പറയുന്നത് നമുക്കിന്നറിയാം. ഇന്ന് ഈ നാട്ടിൽ ചെറുപ്പക്കാരും ഈ നാട്ടിൽ നിൽക്കുന്നില്ല. പണ്ടൊക്കെ ഒരു കാലത്തൊരു പ്രവാസിയായിരുന്നു. പക്ഷെ ഞാനൊക്കെ പഠിത്തം കഴിഞ്ഞ് ഇവിടെ ജോലി ചെയ്ത് 4-5 വർഷം തൊഴിൽ പരിചയം വന്നതിന് ശേഷം, എക്സ്പീരിയൻസ് വന്നതിന് ശേഷമാണ് ഞാനൊക്കെ പുറത്ത് പോയത്. പക്ഷേ ഇന്ന് 12ാം ക്ലാസ് കഴിയുന്ന പിള്ളേർ നേരെ നാട് വിടുക. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ നാട്ടിൽ അവരെ പിടിച്ചു നിർത്താനായിട്ട് ഒന്നുമില്ല. ഇവിടെ നിന്ന ജോലി കിട്ടത്തില്ല എന്നൊരു വിചാരമുണ്ട്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ കാർഷിക മേഖല മുഴുവൻ തകർന്നിരിക്കുന്നു. പണ്ടൊക്കെ കൃഷിക്കാരുടെ മക്കൾ കൃഷിയിലേക്ക് തിരിവെങ്കിൽ ഇന്ന് കൃഷിക്കാരൻ തന്നെ പറയുകയാണ് മക്കളോട്, എടാവേ നീ ഇവിടെ നിൽക്കണ്ട, എങ്ങനെയെങ്കിലും നിന്നിട്ട് കാര്യമില്ല. കാര്യമില്ല എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ തൊടുപുഴയിൽ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തൊടുപുഴയ്ക്ക് ഇന്ന് കേരളത്തിലെ മറ്റേത് പട്ടണങ്ങളൊക്കെ വെച്ച് നോക്കിയാലും 8 ബൈപ്പാസുള്ള ഒരു ടൗണും വേറൊരു ടൗണും ഇന്ന് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, വൈദ്യുതി വൽക്കരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ തൊടുപുഴ ഇന്ന് മറ്റേത് പട്ടണത്തേക്കാളും മുൻപന്തിയിലാണ്. അപ്പോൾ ഈ പണ്ട് റോമൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്, നമ്മൾ വികസനം കൊണ്ടുവരണമെങ്കിൽ റോഡ് വരണം എന്നായിരുന്നു റോമാക്കാരുടെ, പഴയ റോമൻ എംപയറിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ ആ വികസനം വരുവാണല്ല എല്ലാ അടിസ്ഥാന കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുക. ഇനി ഈ വികസനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കിനി ഈ അടിസ്ഥാന സൗകര്യ വികസനത്തെ നമ്മളിനി തൊഴിൽ ജനറേറ്റ് ചെയ്യുന്ന, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന മേഖലകളാക്കി മാറ്റണം. അതിലേക്കുള്ള പ്രവർത്തനമാണ് അത്. എന്നാലേ നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ തൊഴിലവസരങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ഇപ്പോൾ ഈ കാർഷിക മേഖല തന്നെ എടുക്കുക. നമ്മൾ തൊടുപുഴ കാർഷിക മേള എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ ഈ കാർഷിക മേളയിൽ നമ്മൾ അവാർഡ് കൊടുക്കുന്ന കൃഷിക്കാരെന്ന് പറയുന്നത് 5 ഏക്കറിൽ താഴെയുള്ള ജൈവ കൃഷിക്കാരെ സംസ്ഥാനത്ത് എല്ലായിടത്തും പോയി കണ്ടുപിടിച്ച് അവരെ തേടിപ്പിടിച്ചിട്ട് അതിൽ ഏറ്റവും നല്ല ആദായവും നല്ലപോലെ കൃഷി ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ 5 ഏക്കറിൽ താഴെ കൃഷി ചെയ്യുന്ന ഇവിടെ വന്ന് അവാർഡ് മേടിക്കുന്ന കൃഷിക്കാരൊക്കെ അവരുടെ ഈ 5 ഏക്കറിൽ കുറവുള്ള കൃഷിഭൂമിയിൽ നിന്നും ഏതാണ്ട് ഒരു വർഷം 20 ലക്ഷം രൂപയോളം ആദായം ഉണ്ടാക്കുന്ന കൃഷിക്കാരാണ്. അതെ. അപ്പോൾ അങ്ങനെ ധാരാളം കൃഷിക്കാരൊക്കെ കേരളത്തിൽ അങ്ങനെ കൃഷി ചെയ്യാമെങ്കിൽ മറ്റുള്ളവർക്കും പറ്റും. അതിന് വേണ്ടത് യഥാർത്ഥ രീതിയിലുള്ള ഗൈഡൻസ് അവർക്ക് കൊടുക്കണം, യഥാർത്ഥ രീതിയിലുള്ള സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കണം. കൃഷി വകുപ്പ് ഇത് അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഒന്നിനും വിലയില്ലെന്നാണ് പറയുന്നത്. കൃഷിക്കാരനെ കൃഷി ചെയ്താൽ ഒന്നിനും വില കിട്ടുന്നില്ല. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ 1 കിലോ അരിക്ക് ഇപ്പോൾ എന്നാ വില കൊടുക്കണം? ഒരു കടയിൽ പോയി ഒരു ഏത്തക്കാ പൂളി മേടിച്ച് കഴിച്ചാൽ എന്നാ വില കൊടുക്കണം? ഒരു 250 ഗ്രാം കുരുമുളക് മേടിച്ചാൽ എന്ത് വില കൊടുക്കണം? ഒന്നിനും വിലക്കുറവില്ല. ഈ നാട്ടിലെല്ലാത്തിനും തീ പൊള്ളുന്ന വിലയാണ്, പൊള്ളുന്ന വിലയാണ്. അത് വിലയില്ലാത്തത് കർഷകൻ്റെ
പുരയിടത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പം ഞാനൊരു നാളികേര കൃഷിക്കാരനാണ്. അപ്പം ഞാനൊരു ഇപ്പം ഇവിടെ മീനാക്ഷിപുരം അടുത്ത് നമുക്കിവിടെ പാലക്കാട് ജില്ലയുടെ പൊള്ളാച്ചിയുടെ ബോർഡറിൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് സ്ഥലം അവിടെ എടുത്ത് ഡെവലപ്പ് ചെയ്ത് വെച്ചതാണ് അവിടെ. അപ്പോൾ അവിടെ നമ്മൾ ഒരു കരിക്ക് ഇപ്പം തേങ്ങയ്ക്ക് വിലയുണ്ട്. കാരണം തമിഴ്നാട്ടിലെ തേങ്ങാ പ്രൊഡക്ഷൻ കുറഞ്ഞ് വീണ്ടും നാട്ടിൽ വിലയായി ഒരു വർഷമായിട്ട്. ആ ഒരു വർഷത്തിന് മുമ്പ് ഒരു കരിക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് 15 രൂപയ്ക്ക്. പക്ഷേ അത് കച്ചവടക്കാരൊന്നും ഇട്ടുകൊണ്ട് പോകും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതേ കരിക്ക് ആ പാലക്കാട് ഹൈവേ പോയി മേടിക്കണമെങ്കിൽ 55 രൂപയാണ്. 40 രൂപ മാർജിനില്ല ഒരു കരിക്ക് വിൽക്കുന്നത്. അപ്പോൾ അത് ഈ ഇടനിലക്കാരും ആ ഫൈനൽ കച്ചവടക്കാരും കൂടെ കൊണ്ടുപോവാണ്. കൃഷിക്കാരൻ അത് കിട്ടുന്ന 15 രൂപയാണ്. ഇത് തന്നെയാണ് ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും. അപ്പം തറവില നിശ്ചയിച്ച് നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടി വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് വിളകൾക്ക് തറവില നിശ്ചയിക്കുക. ഈ വടക്കേ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇതെല്ലാം താങ്ങി നിർത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ സബ്ജി മണ്ടികളുണ്ട്, ഈ പച്ചക്കറി മാർക്കറ്റുകളുണ്ട്. അതായത് മേഖലയിലെ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവിടെ ഈ കൃഷിക്കാർ സമരം ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഡൽഹിയിലും അവിടെയൊക്കെ ഈ ഹരിയാനയിൽ നിന്ന് പഞ്ചാബിൽ നിന്നൊക്കെ കൃഷിക്കാർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നതിൻ്റെ കാര്യം ഇങ്ങനെയുള്ള സബ്ജി മണ്ടികളിലേക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് കാർഷിക നയത്തിൽ ഭേദഗതി വരുത്തി ഈ കോർപ്പറേറ്റുകൾക്ക് അങ്ങോട്ടൊരു ആക്സസ് കൊടുത്തു. അപ്പോൾ കോർപ്പറേറ്റുകൾ വന്നു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്നത് അവർ വില കൂട്ടി ഇങ്ങ് മേടിക്കും. മാർക്കറ്റ് അവരങ്ങ് പിടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയുള്ള ബയേഴ്സൊക്കെ ഔട്ടാവും. പിന്നെ അവർ തോന്നിയ വിലയാണ്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ അവിടെയുള്ള സബ്ജി മണ്ടികൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഉൽപ്പന്നങ്ങൾക്ക് അവർ ഒരു തറവില നിശ്ചയിക്കും. അതെ, ആ തറവില നിശ്ചയിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ലേലത്തിൽ വിൽക്കുന്നത്. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന മോഡലുകൾ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ പ്രയോഗിച്ചുകൂടാ? അതൊന്ന്. പിന്നെ നമ്മൾ തൊടുപുഴയിലെ സാധ്യതകൾ ഇതുവരെ ഒന്നും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം മലങ്കരയിൽ ഒരു വലിയ ടൂറിസം പ്രോജക്റ്റ് അപ്പച്ചൻ തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ഏതാണ്ട് 150 കോടി രൂപയുടെ പ്രോജക്റ്റ് ഡൽഹി ഇരിപ്പുണ്ട്. നമ്മുടെ സർക്കാർ ഒരു പ്രയോറിറ്റൈസ് ചെയ്താൽ മലങ്കരയിൽ ഒരു 150-200 കോടി ഒരു പ്രോജക്റ്റ് വരും, ടൂറിസം പ്രോജക്റ്റ്. പക്ഷേ വന്നിട്ടില്ല. ടൂറിസമാണ് നമ്മൾ തൊടുപുഴ മേഖലയിൽ ഇനി നോക്കേണ്ട ഒരു കാര്യം. നമുക്കറിയാം നമ്മുടെ ഇവിടെയുള്ള ഈ ചുറ്റുപാടുകൾ ഇന്ന് മലയാളത്തിലുള്ള എല്ലാ സിനിമകളും ഇന്ന് മിക്കവാറും തൊടുപുഴ എന്നാണ്. കാരണം തൊടുപുഴയുടെ ആ പ്രകൃതി രമണീയത തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മൾ ഏത് പഞ്ചായത്തോടും ഈ പുറപ്പുഴ ഈ നമ്മുടെ കൊടുകുത്തി മലയുടെ മുകളിൽ അവിടെ ഹോം സ്റ്റേ നടത്തുന്ന 3-4 പേരുണ്ട്. ഫ്രാൻസിൽ നിന്നൊക്കെയുള്ള വലിയ ഗ്രൂപ്പുകൾ ഇവിടെ വന്ന് നമ്മുടെ ആ ഒരു പാർട്ടിക്കാരൻ തന്നെ ഒരു സാറിൻ്റെ വീട്ടിൽ അത് ഈ എറണാകുളത്തുള്ളൊരു കലിപ്സോ എന്നൊരു കമ്പനിയാണ്. അവർ ഈ മറ്റേ ടെമ്പോ വാൻ പോലത്തെ വാനിനകത്ത് സൈക്കിളൊക്കെ കയറ്റി ഇവിടെ വരും. എന്നിട്ട് അവർ സായിപ്പും ഫാമിലിയൊക്കെ ഇതിൽ സൈക്കിൾ കയറ്റി നടക്കും. എന്നിട്ട് ഇവിടുന്ന് പിന്നെ പോകുന്നത് നേര്യമംഗലത്ത് ഒരു സർക്യൂട്ട് ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൻപുറവും അവിടുത്തെ ജീവിത രീതികളും നമ്മുടെ ഭക്ഷണ രീതികളും ഇവിടെ അമ്പലത്തിൽ എങ്ങനെയാണ് ഒരു വിളക്ക് കത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളിയിൽ എങ്ങനെ ഒരു കല്യാണം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിൽ എങ്ങനെയാണ് കാര്യം നടക്കുന്നത്, അതൊക്കെ കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾ ധാരാളം വരും. ഈ ചുറ്റുവട്ടം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ണപ്പുറം, ഉടുമ്പന്നൂർ, വെള്ളിയാമറ്റം, നമ്മുടെ ഈ മുട്ടത്തിൻ്റെ മുകളിലുള്ള ഈ നമ്മുടെ തൊടുപുഴയിലുള്ള ഹൈറേഞ്ച് മേഖലകൾ, അടുത്ത് കിടക്കുന്ന നമ്മുടെ എലവിട പൂഞ്ചിറ, അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ രാമപുരത്ത് നാലമ്പലങ്ങളുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കമുള്ളൂ. അതെ, അതായത് അവിടെ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും പേരിൽ 4 അമ്പലങ്ങളുണ്ട് അവിടെ. അപ്പം ഈ സാധ്യതകളൊന്നും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഈ നാട്ടിലെ കൃഷിക്കാർക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു സബ്സിഡി കൊടുക്കണേ, അല്ലെങ്കിൽ ഒരു സർക്കാരിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, നമ്മൾ ഗോൾഡ് ലോൺ പോലത്തെ ലോ ഇൻട്രസ്റ്റ് ലോൺ കൊടുക്കുക, ഒരു നല്ല മുറി പണിയുക, ഒരു നല്ല ബാത്റൂം പണിയുക, വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഓരോ പഞ്ചായത്തിലും ഒരു 50 ഹോം സ്റ്റേ എങ്കിലും ഉണ്ടായാൽ 50 കുടുംബം രക്ഷപ്പെട്ട് പോയില്ലേ. ഇഷ്ടം പോലെ ആളുകൾ വരും. ഇപ്പം തന്നെ ഈ ബൈക്കിൽ തന്നെ എത്ര പേരാണ് നമ്മുടെ ഈ മേഖലകളെ പോകുന്നത്. താമസിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ തൊടുപുഴയിൽ തന്നെ ഒരു 3 ദിവസം താമസിച്ച് സന്ദർശിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങനെ അതുപോലെ ഒരു സ്പൈസസ് പാർക്ക്, ഈ നമ്മളിത് ഹൈറേഞ്ചിൻ്റെ കവാടമാണ് തൊടുപുഴ. അപ്പം സാധ്യതകൾ നിറയുണ്ട്. ഇനി ആ സാധ്യതകൾ കണ്ടുപിടിച്ച് ഇവിടെ നാട്ടിലുള്ള ആളുകളെയും കൂടെ അവിടെയുള്ള പുറത്തുനിന്നും നാട്ടിൽ നിന്നുള്ള വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് തൊഴിൽ സാധ്യതകൾ ഇനി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി അടുത്തായിട്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ തൊഴിലുടെ നിയമത്തിന് ഈ അത്യന്താപേക്ഷമായിട്ട് വേണ്ടത് വ്യവസായവും ടൂറിസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ളത്. റോഡും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് അത്യാവശ്യം. അതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ ഹബ്ബ്, ഒരു ഹെൽത്ത് ഹബ്ബ്. നമ്മുടെ ഇപ്പം മലങ്കരയിലൊക്കെ ഇപ്പം എത്രയാണ് 1000 ഏക്കർ പലതും ഇപ്പോൾ വെട്ടുന്നില്ല, റബ്ബർ വെട്ടിക്കഴിഞ്ഞ് റീപ്ലാന്റ് ചെയ്ത് ഇട്ടേക്കുവാണ്. അവിടെ ഒരു ടൂറിസം പ്രോജക്റ്റിനെ കുറിച്ച് അപ്പച്ചൻ ആലോചിച്ചതായിരുന്നു. നമ്മുടെ ചികിത്സാ സൗകര്യങ്ങളും അതുപോലെ പഠന സൗകര്യങ്ങളും ടൂറിസവും ഓൾഡ് ഏജ് ഹോമും അതുപോലെ ഈ റിട്ടയർമെൻറ്റ് ഹോമുകളും അങ്ങനെയുള്ള
ഒരു നോളജ് സിറ്റി, അങ്ങനത്തെ രീതിയിലൊരു മിനി ടൗൺഷിപ്പ് പോലെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് അവിടെ ടൂറിസവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധാരാളം, ഇപ്പോൾ ഒരു കോളേജ് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ ഡെവലപ്പ് ചെയ്യും. അവിടെ കടകളായി, താമസ സൗകര്യങ്ങളായി, ഹോട്ടലുകളെ. അതെ 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 അതെ, ഇപ്പം അതൊക്കെ ഏറ്റവും പ്രൈമറി. അതെ അതെ അതെ. നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെ, അന്ന് നമ്മൾ ജന്മം എടുക്കുമ്പോൾ തന്നെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമ്മൾ കൊണ്ടുവന്നത്. പക്ഷേ അത് നമുക്ക് ഉദ്ദേശിച്ച തരത്തിലേക്കുള്ള ഒരു മുന്നോട്ട് പോകാൻ നമുക്കത് കഴിഞ്ഞിട്ടില്ല, നാളിതുപോലെ കഴിഞ്ഞിട്ടില്ല. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? നമുക്ക് അതിനൊരു മാറ്റം വരാൻ കഴിയുമോ? കാരണം കേരളത്തിലെ കാർഷിക മേഖലയും കൃഷിക്കാരും തകർന്നിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരാൻ എന്തൊക്കെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം നമ്മുടെ കാർഷിക മേഖലകൾ മുഴുവൻ ഡെവലപ്പ് ചെയ്തത് കേരള കോൺഗ്രസ് മന്ത്രിമാരുടെ കഴിവുകൊണ്ട് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഹൈറേഞ്ച് തന്നെ നമ്മളറിയാം, 1950-കളിലൊക്കെ അങ്ങോട്ട് കുടിയേറുമ്പോൾ പട്ടയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അല്ല, പട്ടയ വിഷയങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഹൈറേഞ്ചിലേക്ക് ആദ്യമായിട്ട് കർഷകർ കുടിയേറി പോകുമ്പം അവിടെ വഴികളില്ല, അവിടെ കെട്ടിടങ്ങളില്ല, ആശുപത്രിയില്ല, സ്കൂളുകളില്ല, കച്ചവട സ്ഥാപനങ്ങളില്ല, ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഇന്ന് ഹൈറേഞ്ച് എന്ന് പറഞ്ഞാൽ തലങ്ങും വിലങ്ങും റോഡുകളും ആശുപത്രിയും സ്കൂളും ഒക്കെ കൊണ്ടുവന്ന്, അതെല്ലാം കേരള കോൺഗ്രസ് മന്ത്രിമാർ തന്നെ കൊണ്ടുവന്ന വികസനങ്ങളാണ്. ഞാൻ പറയുന്നത് കാർഷിക മേഖലയ്ക്ക് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഓരോ ജനപ്രതിനിധികളും മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ വളരെ നല്ല രീതിയിൽ ചെയ്തവരാണ്. ഇപ്പം അപ്പച്ചൻ തന്നെയാണെങ്കിലും ആഭ്യന്തരത്തിൽ തുടങ്ങി, അന്ന് ഏറ്റവും ചെറുപ്പക്കാരനായ ആഭ്യന്തരമന്ത്രി ഈ നോക്കുകൂലി നിർത്തലാക്കിയ മന്ത്രി. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ടെങ്കിൽ വാർത്തകൾ അന്ന് പത്രത്തിൽ സ്ഥിരം വാർത്തകളായിരുന്നു ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച്. 36-36 വയസ്സിൽ. അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയായിരുന്നപ്പോഴും വിദ്യാഭ്യാസമായിരുന്നപ്പോഴും ഒക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മാണി സാർ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കർഷക പെൻഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞ കെ മാണി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മന്ത്രിമാർക്ക്, പക്ഷേ ഈ നമ്മുടെ നാടിൻ്റെ ഒരു ദൗർഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ, ഇതുവരെ കൃഷി വകുപ്പ് കേരള കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. ഒരു കൃഷി വകുപ്പ് തന്നെ കൃഷിക്കാരെ അറിയാവുന്ന, കർഷകരുടെ വിഷമതകൾ അറിയാവുന്ന, ഈ മേഖലയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള, നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. കാരണം അത് ഘടകകക്ഷികളുടെ വകുപ്പുകളായതുകൊണ്ട് അവർ വിട്ടു തരാൻ അവർക്ക് മടിയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ, പക്ഷേ പോളിസി മേക്കിംഗ് ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഹൈറേഞ്ചിലെ പട്ടയ പ്രശ്നങ്ങൾ ആദ്യം ഏറ്റെടുത്തത് കേരള കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. ഈ വണ്ണപ്പുറത്തും അവിടെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുടിയിറക്കാൻ വേണ്ടി പോലീസ് കയറിയപ്പോൾ മുന്നിൽ നിന്ന് അന്ന് മതികെട്ടാനിലൊക്കെ ആദ്യം അവിടെ സമരമായിട്ട് പോയത് കേരള കോൺഗ്രസ് തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഭൂപതിപ്പിച്ച ചട്ടത്തിന് 75 ദിവസം നമ്മൾ ഹൈറേഞ്ചിൽ സമരം കിടന്നതാണ്. ഇപ്പോഴും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അവർ പുതിയ ചട്ടം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നു, പക്ഷേ ആ ചട്ടം അത് വീണ്ടും സങ്കീർണമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈ വന്യജീവി ആക്രമണങ്ങളിലൊക്കെ അതൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഇനിയും വളരെയേറെ കാര്യങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിൽ ചെയ്യുവാനുണ്ട്. കാർഷിക മേഖലയിൽ കൃഷിക്കാരെ തീർച്ചയായിട്ടും വളരെ അതൃപ്തരായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ കാർഷിക മേഖലകളിലെ നയപരമായ തീരുമാനങ്ങൾ ഒരു കൂട്ടായ സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്. നമുക്ക് അതിനകത്ത് പ്രഷർ കൊടുക്കാൻ പറ്റും. പക്ഷേ കാർഷിക മേഖല പൊതുവെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിന്ന് ഒരു അറ്റൻഷൻ, ശ്രദ്ധ കുറവുള്ള ഒരു മേഖലയാണ്. കാരണം ഇവിടെ എല്ലാവരും ആലോചിക്കുന്നത് എങ്ങനെ കൂടുതൽ IT പാർക്കുകൾ ഉണ്ടാക്കാം, എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഹെൽത്ത് സെൻ്ററാക്കാം എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ 3.5 കോടി ജനങ്ങൾക്ക് വയറ്റിലേക്ക് എന്തെങ്കിലും ചെന്നെങ്കിലല്ലേ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക വകുപ്പ് തന്നെയാണ്. ഇവിടെ ഭക്ഷണ സാധനങ്ങൾ, ഇപ്പം ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടില്ലേ, നമുക്കിവിടെ കൃഷി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ആന്ധ്രയിൽ നിന്ന് അരി വന്നോളൂ എന്ന് പറഞ്ഞു. അതെ അതെ, ആ നിലപാടുകൾ മാറണം. അത് നമ്മുടെ ഒരു സർക്കാർ തലത്തിൽ നമ്മുടെ നയങ്ങൾ മാറ്റണം. അത് സർക്കാരിൻ്റെ മനോഭാവം. അതായത് ഇപ്പോൾ ഈ കൃഷിക്കാരെ അടിസ്ഥാനപരമായിട്ടുള്ളത് നിൽക്കുന്ന കൃഷിക്കാരാണ്. ഈ കാർഷിക മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നെങ്കിൽ മാത്രമേ നാട്ടിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ കർഷകനെ എന്തോരം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അത്രയും പ്രോത്സാഹിപ്പിക്കും. അത് തിരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനി ഒരു ഭരണമാറ്റം കഴിഞ്ഞ നിങ്ങളിൽ എത്ര പേര് കഴിഞ്ഞ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ എൻ്റെ PDF എടുപ്പിട്ട് ഞാൻ അയച്ചു തരാം. അതിനകത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ
തുടങ്ങുന്നത് 16-ാം പേജിലാണ്. ഞാൻ അയച്ച ഒരു PDF എൻ്റെ കയ്യിലുണ്ട്, അയച്ചുതരാം. ആ 16-ാം പേജിൽ പറഞ്ഞു തുടങ്ങുന്നത് കാർഷിക മേഖലയെ പ്രതിപാദിച്ചുകൊണ്ടാണ്. ഒന്നാമത്തെ പോയിന്റ് റബ്ബറിന് 250 രൂപ തറവിലാന്നായിരുന്നു. UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ കാർഷിക മേഖലയുടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത്, വാഗ്ദാനം തുടങ്ങുന്നത് റബ്ബറിന് 250 രൂപ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഒരു ബജറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ കേന്ദ്ര റെയിൽവേ ബജറ്റ് പോലെ നമ്മുടെ ജനറൽ ബജറ്റ് കൂടാതെ കാർഷിക മേഖലയ്ക്ക് തനിയെ ഒരു ബജറ്റ്. ഇപ്പോൾ കാർഷിക മേഖലയ്ക്ക് നന്നായിട്ട് ഊന്നൽ കൊടുത്ത് 4.5 പേജുണ്ട് അവിടുത്തെ കാർഷിക മേഖലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വാഗ്ദാനങ്ങൾ. നമ്മളിപ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ പറയുന്ന ഡാറ്റാ സയൻസ് എന്നൊക്കെ ആളുകൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയതും പറഞ്ഞു തുടങ്ങിയതും ഇപ്പോഴാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും നൂതന സാങ്കേതിക വിദ്യയും പരമ്പരാഗത കൃഷി രീതികളുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതൊരു പ്രഖ്യാപിത നയമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് 5 വർഷം മുമ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്കകത്തുണ്ട് UDFൻ്റെ. അന്ന് കേരളത്തിലെ 14 ജില്ലകൾ, അന്ന് ബെന്നി ബെഹനാനായിരുന്നു ഇതിൻ്റെ ചെയർമാൻ. അതിൻ്റെ കൺവീനർ എന്ന് പറയുന്നത് CP ജോണായിരുന്നു. ആ ടീമിലുണ്ടായിരുന്നത് ശശി തരൂർ, ഫ്രാൻസിസ് ജോർജ്, MK മുനീർ, NK പ്രേമചന്ദ്രൻ, അനൂപ് ജേക്കബ്, പിന്നെ മറ്റ് 2 ഘടകകക്ഷികളിലെ ആളുകൾ ഉണ്ടായിരുന്നു, മോൻസ് ജോസഫൊക്കെ ഉണ്ടായിരുന്നു. അതൊരു നല്ലൊരു ടീം കേരളത്തിലെ 14 ജില്ലകളിലും പോയി എല്ലാ മേഖലയിലുള്ള ആളുകളുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തി. നമ്മളിന്ന് കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു പഠനം നടത്തി അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കൃത്യമായി എഴുതി വെച്ചിട്ടാണ് ആ ഒരു പ്രകടന പത്രിക അന്ന് ഇറക്കിയത്. ഇപ്പോഴും ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് 2 കോൺക്ലേവുകൾ നടന്നു. അതൊന്നും പത്രങ്ങളൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല. തിരുവനന്തപുരത്ത് ഒന്ന് ആരോഗ്യ മേഖല, ഒന്ന് വിദ്യാഭ്യാസ മേഖല. ആരോഗ്യ മേഖല കോൺക്ലേവിൽ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് MPയും ഇവിടെ പഴയ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റായിരുന്ന ഡോക്ടർ രാജൻ മാഞ്ഞൂരാനുമാണ് കേരള കോൺഗ്രസ് പാർട്ടി വിട്ടത്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ നാട്ടിൽ ഒന്നും നടക്കുന്നില്ല, മുഴുവൻ വിഷയങ്ങളാണ് എന്ന് പറയാൻ എളുപ്പമാണ്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ ഓരോ വിഷയം എടുത്തിട്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, ഇതിനെങ്ങനെയാണ് പരിഹാരമെന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ഒരു ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ കാർഷിക മേഖലയെക്കുറിച്ചൊരു വലിയ കോൺക്ലേവ് വരാൻ പോവുകയാണ്. അപ്പം പ്രതിപക്ഷ നേതാവ് ഈ കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, നമ്മൾ അധികാരത്തിൽ വന്നാൽ എനിക്ക് 3 ആഴ്ചയാണ് 3 മാസത്തിനകം റബ്ബറിൻ്റെ വില 250 രൂപ ആക്കിയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അധികാരത്തിൽ വന്നാൽ ഹൈറേഞ്ചിലെ പട്ടയങ്ങളെല്ലാം ഉപാധിരഹിത പട്ടയമാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തു. അതെ, അതാണ് നമുക്ക് ചെയ്യുന്നത്. നമുക്ക് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് 250 രൂപ എന്ന് പറഞ്ഞാൽ റബ്ബർ കർഷകരെ സംബന്ധിച്ച് ഒന്നുമല്ല. 250 അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം അതെ 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 അല്ല വില ഞാൻ പറഞ്ഞ വില നമുക്ക് തീർച്ചയായും അല്ല അതായത് നമുക്കൊരു വെട്ടുകൂലി ചെറുപ്പക്കാരനൊരു റബ്ബർ വന്ന് വെട്ടണമെങ്കിൽ കുറഞ്ഞ അവന് 5 രൂപയും കൂലി കൊടുത്തു കഴിഞ്ഞാൽ വന്ന് വെട്ടുള്ളൂ. അപ്പോൾ അവന് 5 രൂപ ഒരു റബ്ബറിന് വെട്ടുകൂലി കിട്ടുമെങ്കിൽ അവന് വേറെ വിദേശത്തേക്കൊന്നും പോയി തരാം. ഞാൻ പോയി 200 റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 2.5 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്നാ കിട്ടാനാ? 100-500 രൂപ കിട്ടും. ഈ 500 രൂപ കൊണ്ട് അവന്റെ ദൈനംദിന കാര്യങ്ങൾ ഒരിക്കലും നേടി ഓടിയാൽ അത് ശരിയാണ്. ഒരു കർഷകൻ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് റബ്ബർ ഉണ്ടായിട്ട് വരെ ടാപ്പ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ഇപ്പോൾ 10-200 രൂപ വെച്ച് കിട്ടിയാൽ എനിക്ക് മുതലാകത്തില്ല. ഒരു 2000 രൂപ ഒരു വെട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു ഉടമസ്ഥനെ സംബന്ധിച്ച് 200 രൂപ വെട്ട് കഴിഞ്ഞാൽ ഒരു 2000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം കിട്ടുന്ന ഒരു 150 വെച്ച് നോക്കുമ്പോൾ 170 പറഞ്ഞ് കിട്ടുമ്പോൾ അല്ല ഇപ്പോൾ കിട്ടുന്ന അല്ല ഇപ്പം ഞാൻ ഇത് വേണ്ട. ഇപ്പം കിട്ടുന്ന 150 വെച്ച് നോക്കുമ്പം 250 പറയുമ്പോഴത്തേക്ക് 100 രൂപ വ്യത്യാസമായി. ഞാൻ പറയുന്നത് അതൊരു തുടക്കമാണ് ഒരു നല്ല ദിശയിലേക്ക്. ശരി. അടുത്ത കാർഷിക മേഖല ഇപ്പോൾ മാറി വന്ന ഒരു ഗവൺമെൻറ് കാർഷിക മേഖലയ്ക്കൊരു അംഗീകാരം കൊടുത്തിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കാലത്തൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പൂർണ്ണമായിട്ട് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് അതിനകത്ത് പട്ടയം, അതുപോലെ തന്നെ വന്യജീവിയുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ അടിസ്ഥാന വിളകളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. കൃഷി വകുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷി വകുപ്പെല്ലാം പരാജയമാണ്. ഈ കർണാടകത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, തമിഴ്നാട്ടിൽ കർണാടകത്തിലൊക്കെ മനസ്സിലാക്കിയത്, കൃഷിക്കാർക്ക് അവിടെ കൊടക് ജില്ലയിൽ ഞാൻ കണ്ടത്, കൊടകിൽ അവിടെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് വേണ്ടുന്ന മണ്ണും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഗവൺമെൻറ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ട്രാക്ടറൊക്കെ കൊണ്ടുവന്ന് അത് നന്നായിട്ട് നിലമൊക്കെ ഒഴുകി കൊടുക്കുന്നു. പിന്നെ വളം അവർ കൊടുക്കുന്നുണ്ട്.
അതുപോലെ വെള്ളം ഇറിഗേഷനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കറണ്ട് ഫ്രീ ആണ്. തമിഴ്നാട്ടിൽ ഒരു പരിധി വരെ എങ്ങനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് കൃഷിക്കാരെ പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കുള്ളൂ. അല്ല, അതായത് ഇപ്പം നമ്മൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും അങ്ങനെയാണ്. തമിഴ്നാട്ടിൽ കാർഷിക ആവശ്യത്തിനുള്ള കറണ്ട് പൂർണ്ണമായും ഫ്രീ ആണ്. കാർഷിക ആവശ്യത്തിന് കറണ്ടില്ല. നമുക്ക് ഇവിടെ ഒരു കാലത്തുണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. 5 ഏക്കർ താഴെ കൃഷിഭൂമിയുള്ളവർക്ക് ഫ്രീ ആണ് ഇപ്പോഴും. അത് ഇവർ പറയുകയില്ല. കാരണം അതല്ല, എല്ലാവരും പോയി അപ്ലൈ ചെയ്യും. നമ്മുടെ പേരിൽ 5 ഏക്കർ ഭൂമി ഉള്ളെങ്കിൽ കേരളത്തിലും നമുക്ക് കറണ്ട് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ അപ്ലൈ ചെയ്താൽ. എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്കുണ്ട്. കാരണം നമ്മുടെ ഈ എന്ത് പറയുന്നത്, തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന നെൽകൃഷി ചെയ്യുന്ന നമ്മുടെ പാലക്കാടൊക്കെ എല്ലാ കൃഷിക്കാർക്കും സൗജന്യമായിട്ട് കറണ്ട് കിട്ടുന്നുണ്ട് 5 ഏക്കർ താഴെയാണെങ്കിൽ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഈ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതി പോലും 1100 യൂണിറ്റ് ഫ്രീ ആണ് അവർക്ക്. അപ്പോൾ ഈ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടാണ്. അവരെങ്ങനെയാണ് ഒരു വെള്ളം അവർക്ക് ഈ ഇല്ലായ്മ ഉള്ളവനെ അത് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ പണ്ട് മരുഭൂമി വരെയായിരുന്നു, വെള്ളമില്ലായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഓരോ തുള്ളി വെള്ളവും അവരത് കൺസർവ് ചെയ്ത് അത് ആ വെള്ളം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്. ഇപ്പം നമ്മുടെ മുഴുവൻ എന്ന് പറയും, നമ്മുടെ വെള്ളം നമ്മൾ ഒത്തിരി പാഴാക്കി കളയുന്നുണ്ട്. നമ്മുടെ വെള്ളത്തിൻ്റെ ലഭ്യത നമ്മൾ പൂർണ്ണമായും നമ്മൾ ഉപയോഗിക്കുന്നില്ല. തമിഴ്നാട് ഓരോ തുള്ളി വെള്ളം അങ്ങോട്ട് ചെല്ലുന്നും അത് അവർ കൃഷി ആവശ്യത്തിനും മറ്റാവശ്യത്തിനൊക്കെ ആയിട്ട് കുടിവെള്ളമൊക്കെ ആയിട്ട് അവർ മുഴുവൻ അത് യൂട്ടിലൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ കാർഷിക സർവകലാശാല, ഇപ്പം കോയമ്പത്തൂരാണ് TNIU, തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫീസ്. അവിടെ ഒരു പുതിയ സാങ്കേതിക വിദ്യ അവർ വികസിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൊഫസറും അവിടുത്തെ സ്റ്റുഡൻസും എല്ലാം കൂടെ നേരെ പോകുന്നത് കൃഷ്ണഗിരി, ധർമ്മപുരി ആ മേഖലയിലേക്കാണ്. അവിടെ ചില പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിക്കാർ ഇവരുമായിട്ട് സഹകരിച്ച് നിൽപ്പുണ്ട്. അത് അവരെ ഗ്രൗണ്ടിലാണ് പോയി പ്രയോഗിക്കുന്നത്. ഒരു പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നേരെ അവിടെ കൃഷിക്കാരിലേക്ക് എത്തുകയാണ് അപ്പം തന്നെ. അതുകൊണ്ടാണ് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ, അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന മേഖല എന്ന് പറയുന്നത് പൊള്ളാച്ചി മേഖലയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉണ്ടാകുന്നത് നമ്മുടെ കൃഷ്ണഗിരി, ധർമ്മപുരി, ഹൊസൂർ ആ മേഖലയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ സർക്കാർ സൗകര്യങ്ങൾ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുതിയ കാര്യങ്ങൾ, ഈ നമ്മുടെ എന്താ പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ഈ കാർഷിക മേഖലയിൽ വന്ന് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ പളനിസ്വാമി നിങ്ങളുടെ ഉള്ളവർ ഇവിടെ വന്ന് പ്രസംഗിച്ചാണ്. അന്ന് എനിക്ക് വന്ന ഒരു 15 വർഷം മുമ്പ് ഈ തൊടുപുഴ വന്ന് അദ്ദേഹം പ്രിസിഷൻ ഫാമിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മുടെ അതെ. അപ്പം നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ നിലവിലുള്ള നമ്മുടെ റിസോഴ്സസ്, ഇപ്പോൾ ഇവിടെ ഒരു അഗ്രികൾച്ചർ നമുക്കൊരു കൃഷി വകുപ്പുണ്ട്. ഏതാണ്ട് 65ഓളം നമുക്ക് റിസർച്ച് സെൻറ്ററുകളുണ്ട് കേരളത്തിൽ. അവിടത്തേക്ക് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് സമൂഹത്തിനോ കൃഷിക്കാർക്കോ ഗുണമുള്ളത് വന്നതായിട്ട് ഉണ്ടായിരുന്നിരിക്കാം പണ്ടൊക്കെ. പക്ഷേ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ 100 കണക്കിന് 1000 കോടി രൂപ ഒരു മാസം ഇതിനു വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള വാഹനങ്ങൾ, അതിൻ്റെ വാടകകൾ, അവിടുത്തെ ഉദ്യോഗസ്ഥർ, റിസർച്ച് സെൻറ്ററിലെ ആളുകൾ, ഈ കൃഷി ഓഫീസിൽ, ഈ പല കൃഷി ഓഫീസിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡികൾ എന്താണെന്ന് പോലും അവിടെ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്കില്ല. കൃഷി ഓഫീസുകളെല്ലാം നടക്കുന്നത് വലിയ അഴിമതികളാണ്. അതുകൊണ്ട് സംശയമൊന്നുമില്ല. പല ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരില്ല. ഈ കർണാടകത്തിലൊക്കെ എങ്ങനെയാണെന്നറിയോ, തമിഴ്നാട് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നേരിട്ട് കണ്ടതാണ്. കൃഷി ഓഫീസർമാർ ഒരിക്കലും ഓഫീസിലെ വല്ല 1-2 പേര് കാണും. ബാക്കി ഫീൽഡിലേക്ക് എല്ലാവരും ഫീൽഡാണ്. അവിടെ ഈ കർഷകനെ കൊണ്ട് കൃഷി ചെയ്യിക്കുകയാണ്. അവർ പറഞ്ഞു കൊടുത്ത് കൃഷി ചെയ്യിക്കുന്നു. അവർക്ക് വേണ്ടുന്ന വിത്തും വളവും മറ്റു സൗകര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. എന്നിട്ട് ആഴ്ചയിൽ വന്നത് അവർ വെരിഫൈ ചെയ്യുന്നു, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇതങ്ങനെയല്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ കാർഷിക മേഖലയിലേക്ക് ഇപ്പോൾ സർക്കാർ മുതൽ മുടക്കുന്ന തുക അതൊരു പകുതിയെങ്കിലും അതിൻ്റെ ഈ പറയുന്ന സംഭരണത്തിന് വേണ്ടി മുതൽ മുടക്കിയാൽ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ കരിക്കിൻ്റെ കാര്യം പറഞ്ഞു. ഈ 15 രൂപ കർഷകന് കിട്ടുന്ന കരിക്ക് സർക്കാർ ഒരു 30 രൂപ കൊടുത്ത് മേടിച്ചിട്ട് പുറത്ത് എവിടെ കൊടുത്താലും ഒരു 45 രൂപ തൊട്ട് 55-60 രൂപ വരെ വിലയുണ്ട്. ഈ സർക്കാർ നമുക്ക് സംവിധാനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇവിടെ ബസ് സ്റ്റാൻഡുകളുണ്ട്, ബസ് സ്റ്റോപ്പുകളുണ്ട്, അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളുണ്ട്. ഈ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റോളുകളുടെ ചാർജ് കൊടുത്ത് ഈ കർഷകൻ്റെ കയ്യിൽ നിന്ന് സംഭരിക്കുന്ന, കേരളത്തിലിപ്പോൾ തേങ്ങ പ്രൊഡക്ഷൻ വളരെയേറെ കുറഞ്ഞു പോയി. അപ്പോൾ ഇവിടെ തന്നെ വാങ്ങുന്ന കരിക്ക് ഇവിടെ തന്നെ വിറ്റഴിക്കാനുള്ള മാത്രം പ്രൊഡക്ഷനൊക്കെ ഇപ്പോൾ കേരളത്തിലുള്ളൂ. പണ്ട് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ആയിരുന്നു നമ്മൾ. ഇപ്പം നമ്പർ 3 ആയി. ഇപ്പം കേരളം 3-ാമതായി നാളികേരം ഉൽപ്പാദനത്തിൽ. അപ്പം അങ്ങനെയുള്ള രീതികളിൽ നമുക്ക് ഈ
ഫണ്ട് നമ്മൾ കൃത്യമായിട്ട് സംഭരണത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞത് ഒരു നാളികേരത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇല്ലെങ്കിൽ സർക്കാർ തന്നെ മറ്റ് വിളകൾ സംഭരിച്ച് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് അത് സർക്കാരിന് തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കർഷക ഇത് പറയുന്ന നമ്മുടെ ഈ കൂട്ടായ്മകളുണ്ടാക്കി, സൊസൈറ്റികളുണ്ടാക്കി, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളായിട്ട് ഇതിനെ ഒരു മൂല്യവർദ്ധിത, ഇപ്പം സിന്തൈറ്റ് പോലത്തെ കമ്പനി 84 രാജ്യങ്ങളിലേക്കാണ് ഇവർ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത്. നമ്മുടെ ഹൈ റേഞ്ചിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഈ കുരുമുളകും മുളകും മറ്റേത് മല്ലിയും അല്ല പറയുന്ന നമ്മുടെ ഗ്രാമ്പും കറുവാപ്പട്ടയും എല്ലാം വാങ്ങിച്ചിട്ട് ഇതൊക്കെ അവർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെ തന്നെ വലിയ പരാജയം. കാരണം ഇത്രയും കാലം ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം നടന്നിട്ട് കേരളത്തിൽ തന്നെ ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ അനുസരിച്ച് നമ്മുടെ കേരളത്തിലെ പല മേഖലകളും കടന്നു ചെന്നാലും പ്രത്യേക ചില ഐറ്റങ്ങൾ, അതായത് ഇപ്പോൾ ഹൈ റേഞ്ചിൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ പൂക്കൃഷി ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ അവിടെ അങ്ങേറ്റം 2 സ്ഥലങ്ങളുള്ള ഈ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കാന്തല്ലൂർ അവിടെ എല്ലാം സ്ട്രോബെറി വരെ ഉണ്ടാവും. സ്ട്രോബെറി, പേഴ്സ്, ഈ പ്ലംസ് എല്ലാം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അവിടെ. വയനാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വയനാട്ടിൽ നല്ല രീതിയിലുള്ള പിന്നെ വാഴക്കൃഷികൾ, വിവിധ തരത്തിലുള്ള വാഴക്കൃഷിയുണ്ട്. കേരളത്തിലെ ഏറ്റവും ആദ്യം നമ്മുടെ മാംഗോസിനുണ്ടാകുന്നത് അവിടെ വയനാട്ടിലാണ്. ഹൈറേഞ്ചിലെ പൂക്കൃഷി പോലും സമൃദ്ധമായിട്ട് ഉണ്ടാകുന്ന പല മേഖലകളുണ്ട് ഹൈറേഞ്ചിൽ. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ പൂക്കൃഷിയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സാധ്യതയുള്ളതാണ്. കൃഷിഭവനിൽ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അറിവുകൾ പകർന്ന് തരാനായിട്ട് അല്ല, നമുക്ക് ഇവിടെ നാട്ടിൽ തീർച്ചയായിട്ടും ഒരു നോളജ് അപ്ഗ്രേഡ് നമ്മളെപ്പോഴും കേരളം ഒരു നമ്മുടെ സിലബസ് ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും ഒരു 15-20 വർഷം പുറകില്ല. ഇപ്പം നമ്മുടെ ഇവിടെ എഞ്ചിനീയറിംഗ് കോഴ്സിന് പോലും തമിഴ്നാട്ടിലൊക്കെ അത് മാറ്റിയെടുക്കണം. അത് നമ്മൾ കാലോചിതമായിട്ട് ഓരോ മേഖല നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. കൃഷിക്കാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കണം. കൃഷി വകുപ്പിൽ ഉള്ളവർക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് എക്സ്പോസർ കൊടുത്ത് നമ്മൾ ഇത് പറയുന്ന പോലെ ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യണം. കർഷകരോടൊപ്പം വന്ന് ജോലി ചെയ്യണം. കർഷകർക്ക് അതിനെക്കുറിച്ച് സ്റ്റഡി ക്ലാസ്സുകൾ കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നല്ല ഒരു വലിയ വിഭാഗം മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ഈ പിന്നെ LDF ഗവൺമെൻറ് അധികാരത്തിൽ വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ UDF കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവർ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാനീ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചില്ല. ഇത് വെറുതെ അഴിച്ചുവിട്ട രീതിയിലേക്ക് അങ്ങ് പോയത് കൊണ്ട് ഈ സാധാരണ ജനങ്ങളെല്ലാം UDFനെ വെറുത്തു. അതുകൊണ്ടാണ് വോട്ട് തിരിച്ചു ചെയ്തത്. പക്ഷേ ഇനി ആ ഒരു രീതിയിലേക്ക് വരാതെ അതിനൊരു മാറ്റം പറയാൻ അടിസ്ഥാനപരമായിട്ട് കൃഷിക്കാരനെ സഹായിക്കണം. അല്ല, ഇപ്പം അത് എനിക്ക് അതിൻ്റെ കാര്യം കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഏതൊക്കെയാലും ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കാർഷിക മേഖലയ്ക്ക് ശക്തമായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ഇത് തന്നെ പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് കാർഷിക മേഖല തന്നെയാണ്. കാരണം കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇന്നും കേരളത്തിലെ ഏതാണ്ട് 65% മുകളിൽ ആളുകൾ ആശ്രയിക്കുന്ന മേഖല എന്ന് പറയുന്ന കാർഷിക മേഖലയാണ്. മറ്റൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഈ മറ്റു പല സംസ്ഥാനങ്ങളിലും അതുണ്ട്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ വളരെ വർഷങ്ങളായിട്ട് തന്നെ ഒരു ആശയം ഇവിടെ വന്നിരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, സീനിയർ സിറ്റിസന് സർക്കാർ ഒരു 10,000 രൂപ പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഒരു സംഘടന. വൺ ഇന്ത്യ വൺ പെൻഷൻ പറയുന്നതിന് മുൻപ് കേരള കോൺഗ്രസ് പാർട്ടി അപ്പച്ചൻ ഇവിടെ നമ്മൾ എല്ലായിടത്തും പോയി മൈക്ക് വെച്ചിട്ട് പറഞ്ഞെടുപ്പം 5ആണോ 10ആണോ എന്ന് പറഞ്ഞുപോയി. നമ്മൾ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു 3 മാസം മുമ്പ് പറഞ്ഞതാണ്. ഞാൻ തന്നെ നിവേദനം കൊടുത്തിരുന്നു സാറിന്. ഞാൻ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് ഞാൻ തന്നെ നിവേദനം കൊടുത്തിരുന്നത് 10,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ട് നിവേദനം കൊടുത്തു. സാറ് നിയമസഭയിൽ പറയണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിവേദനം കൊടുത്തിരുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ അതിന് നിവേദനം കൊടുത്ത് അവരെ കൊണ്ട് ഒരു കമ്മിറ്റിയിൽ ഞാനത് പാസ്സാക്കിയത് ശരിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഈ സർക്കാർ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു 10,000 രൂപ പെൻഷൻ കൊടുത്ത് അവർ സഹായിക്കും. 60 വയസ്സ് കഴിഞ്ഞവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. പിന്നെ തീർച്ചയായിട്ടും സംവിധാനം തീർച്ചയായിട്ടും. കാരണം അവർ ഈ 60 വയസ്സ് കഴിഞ്ഞ 60 വയസ്സിൽ ചെറുപ്പം മുതൽ പറമ്പിൽ അധ്വാനിക്കുന്നവരാണ്. പാറമടയിൽ പണിയെടുത്തും തെങ്ങ് കയറിയും വണ്ടി ഓടിച്ചും പറമ്പിലും പാടത്തും ഒക്കെ കഠിനമായി അധ്വാനിക്കുന്ന അവരാണ് സത്യത്തിൽ ഈ നാടിനെ ഈ തരത്തിലേക്ക്. അല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ വെച്ച്. ഇപ്പം വലിയ ബംഗ്ലാവും കറുകൊട്ടൊക്കെ ജീവിക്കുന്നവരൊന്നും പെൻഷൻ കൊടുക്കുന്നവർക്ക് അവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ പെൻഷൻ കിട്ടുന്നവർക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് വ്യക്തമായ മാനദണ്ഡം വെച്ച് അർഹിക്കുന്നവർക്ക്. ഇപ്പം നമ്മളിപ്പം നമ്മൾ പറയുന്നത് ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ ഈ പറഞ്ഞ അവരുടെ റവന്യൂ
എന്താ എത്രയുണ്ട്, ഇൻകം എത്രയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പ്രോപ്പർട്ടി എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെ വലിയ തുകയൊന്നും ഇതിനു വേണ്ടി ചിലവാകുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ഇത് സംബന്ധിച്ച് സ്റ്റഡി ചെയ്തതിനു ശേഷം അവർ കൊടുക്കുന്ന റിസൾട്ട് അവർ പറയുന്നത്, ഇപ്പോൾ 10,000 രൂപ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ആ പണം തീർച്ചയായിട്ടും പിറ്റേ ദിവസം മുതൽ മാർക്കറ്റിലേക്ക് വരും, മാർക്കറ്റിൽ അത് റൊട്ടേറ്റ് ചെയ്യും. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നല്ലോ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, ഓരോ കുടുംബത്തിനും അത് ഞാൻ മറന്നുപോയി, ഇതുപോലെ തന്നെ ഒരു പെൻഷൻ ഒരു പണം ഓരോ കുടുംബത്തിനും കൊടുക്കുന്നൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ ലൈനിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും UDFൻ്റെ ഒരു മാനിഫെസ്റ്റോയിൽ രാഹുൽ ഗാന്ധി അന്ന് മുന്നോട്ട് വെച്ച ആ പ്രപ്പോസലിനെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സീനിയർ സിറ്റിസനെയും അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയും പറഞ്ഞ വ്യവസായ മേഖലയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ തൊഴിൽ നിയോജനമന്ത്രിയില്ല, അതിപ്പോൾ ഇതിൻ്റെ ഇതിൽ വരുന്നതാണല്ലോ. തൊഴിൽ നമുക്ക് എന്തെല്ലാം ഇനി വരേണ്ട ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഒന്ന് നമുക്ക് ഈ പറഞ്ഞ ടൂറിസം, വ്യവസായ സ്ഥാപനങ്ങൾ കൂട്ടിക്കിടപ്പുണ്ട്, കൃഷി, ഇടുക്കി ജില്ലയിൽ കാർഷിക മേഖല. സബ്സിഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതായത് ഈ പൗൾട്രി ഫാമുകളെല്ലാം വളരെയധികം നഷ്ടത്തിലാണ്. അതായത് കോഴി വളർത്തൽ കേന്ദ്രം സ്വന്തമായിട്ട് 10,000 കോഴി, 2,000 കോഴി, 5,000 കോഴിയൊക്കെ വളർത്തി ഉപജീവനമായിട്ട് ഷെഡും പണിത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചത് വളരെ നഷ്ടത്തിൽ. കാരണം ആദ്യം പറഞ്ഞ ഒരു തറവല എന്ന് പറഞ്ഞാൽ കോഴിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പോത്തിറച്ചി ആണെങ്കിൽ നമ്മൾ മേടിക്കുമ്പോൾ 400-450 രൂപ ഒരു ഫിക്സഡ് റേറ്റ് ആണ്. ചിക്കനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ വില കുറയുമ്പോൾ മേടിക്കാനായിട്ടിരിക്കുന്ന കാത്തിരിക്കുന്ന ജനവിഭാഗമാണ്. ആ രീതിയിലേക്ക് ആക്കിയെടുത്തേക്കാണ്. അതായത് ബൾക്കായിട്ട് തന്നെ അവർ കൃഷി ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വിൽക്കുന്ന സമയം വരുമ്പോഴത്തേനും ഭീകരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഈ കോഴിക്ക് ഈ കർഷകരെ സംബന്ധിച്ച് ഇത് ഈ ചിക്കൻ എന്ന് പറയുന്നത് മിക്ക വീട്ടിലും ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു മീറ്റാണെന്ന് തന്നെ പറയാം. അപ്പോൾ അതിനൊരു കൃത്യമായ ഒരു തറവല പ്രഖ്യാപിക്കുകയാണെങ്കിൽ കർഷകരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നമ്മളിപ്പം ഈ പറയുന്ന പോൾട്രി ഫാം ഒരു വലിയ മേഖലയാണ്. അതുപോലെ ക്ഷീരകർഷകർ, പാലുൽപാദനം, ക്ഷീരകർഷകർ ഇന്ന് അതെ ഓക്കെ അതെ ക്ഷീരകർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് വേതനം, ശമ്പളം കൊടുക്കില്ല, അതുപോലെ കാലിത്തീറ്റയുടെ വില, പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഇപ്പം പുല്ലിൻ്റെ ലഭ്യത. അപ്പം ഒരു പശുവിനെ വളർത്താനുള്ള ചിലവ് കണ്ടമാനം കൂടിപ്പോയി. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും പാലിൻ്റെ വില നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന വർഷത്തെ പുറകോട്ട് പോവുകയാണെങ്കിൽ മിക്ക വീട്ടിലും ചാണാക്കുഴി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പശു തൊഴുത്തുകൾ ഉണ്ടായിരുന്നു, കോഴിക്കൂടുകൾ ഉണ്ടായിരുന്നു. ഈ തൊഴുത്തിലാണെങ്കിൽ 3-4 പശുക്കൾ അല്ലെങ്കിൽ 2 പശുക്കളുള്ള വീടുകളാണ്. ഇപ്പം മിക്ക ചാണാക്കുഴിയും ചുറ്റുവര അതുപോലെ തന്നെ തൊഴുത്ത് ക്ഷീരകർഷകർ ഇപ്പം ഇല്ല ഞാൻ പഠിപ്പിച്ചതും അതുപോലെ തന്നെ ദൈനംദിന കാര്യങ്ങളെല്ലാം നിറവേറ്റി പോയത് ഈ പശു വളർത്തൽ കൊണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നിന്നുപോയി. തീർച്ചയായിട്ടും പശു വളർത്തൽ നിന്ന് നല്ല രീതിയിൽ ആദായം ഉണ്ടാക്കുന്ന കൃഷിക്കാരെ എനിക്കറിയാം. അവർ ചെയ്യുന്നത് സാധാരണ പശു വളർത്തൽ അല്ലെങ്കിൽ അതെ ഈ ക്ഷീര കർഷകരെ നിന്നും ഇവർ വ്യത്യസ്തമായി ചെയ്യുന്ന 2-3 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഇവരിതിൽ നിന്ന് ചില കൃഷിക്കാർ ഇതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്നവരുണ്ട്, അതിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കുന്നവരുണ്ട്, തൈരുണ്ടാക്കുന്നവരുണ്ട്, മോരുണ്ടാക്കുന്നവരുണ്ട്. പിന്നെ ഈ ചാണകം ഉണക്കി പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട്. ആ ചാണകം ഉണക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ ചാണകം പിഴിഞ്ഞ് അതിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് ആ വെള്ളം കന്നാസിലാക്കി വിൽക്കുന്ന കൃഷിക്കാരുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അപ്പം നമ്മൾ ഈ തെങ്ങിൻ്റെ കാര്യം പറയും, തെങ്ങൊരു കൽപ്പവൃക്ഷം എന്ന് പറയും, തെങ്ങിൻ്റെ വേര് തൊട്ട് അങ്ങ് ഓല വരെ എല്ലാം ഉപയോഗിക്കാമെന്ന് പറയും. ഈ തൊഴുത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഓരോന്നും നമുക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഈ പശു വിടുന്ന ചാണകം, പശുവിൻ്റെ മൂത്രമൊക്കെ ക്യാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എന്ന് പറയുന്നത് നമ്മൾ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ പാലിൽ നിന്ന് തന്നെ നമുക്ക് എത്ര മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഈ പരമ്പരാഗത കൃഷി രീതികൾ കൂടെ ഉൾപ്പെടുത്തി പുതിയ കാര്യങ്ങൾ ഇതിനെങ്ങനെ നമുക്കിതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാം, എങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കാം, ഇതെങ്ങനെ ലാഭകരമാക്കണമെങ്കിൽ ഈ കേരളത്തിൽ ഇത്രയും ഡയറി ഫാം ഓടുന്നത് എല്ലാവരും നഷ്ടത്തിലാണ്, എല്ലാവരും പൂട്ടിപ്പോകുമല്ലോ. അപ്പോൾ ലാഭകരമായി നടക്കുന്ന മോഡലുകൾ നമ്മൾ ഓരോ മേഖലകളും നമ്മളത് അഡാപ്റ്റ് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ മോഡൽ എങ്ങനെയാണെന്നുള്ളതും അതിനുള്ള സഹായവും കൃഷിക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയെല്ലാം നമുക്ക് ലാഭം ഉണ്ടാക്കാം. ഇപ്പം ഞാൻ സാറ് പറയുമ്പോൾ നമ്മളൊരു ബൈ പ്രൊഡക്റ്റ്, ഇപ്പം എനിക്ക് പശുവുണ്ട്, ഒരു 1-2 പശുവുണ്ട്, അതുകൊണ്ട് ബൈ പ്രൊഡക്റ്റായിട്ട് മോരായിട്ടും അതുപോലെ തന്നെ വേറെ പാലും ഇതുകൂട്ട് നെയ്യൊക്കെ ആയിട്ട് ഞാൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അതിൻ്റെ ഒരു പേപ്പർ ഭാഗങ്ങൾ, അതായത് എന്തെങ്കിലും ഇതിൻ്റെ ലൈസൻസ് നമ്മൾ കൈപ്പറ്റാനായിട്ട് അല്ലെങ്കിൽ ഇതോടുകൂടി അംഗീകാരത്തോടുകൂടി നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ ഇതിനെ ഇറക്കി തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളൊന്നും. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള വിഷയം വെച്ചാൽ
നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളെല്ലാം കാലഹരണപ്പെട്ടതാണ്. തീർച്ചയായും. ഈ സായിപ്പിൻ്റെ കാലത്ത് സായിപ്പിന് നമ്മുടെ നാട്ടിൽ ഈ ക്ലർക്കുമാരെയും പ്യൂൺമാരെയും മാത്രം മതിയായിരുന്നു. അവർ ചെയ്യുന്ന പണി പ്രോപ്പറാണോ എന്നറിയാൻ വേണ്ടിയാണ് ഒരു പേപ്പർ കൊണ്ടുചെന്നാൽ ഒരു 4 ഘട്ടമായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ആദ്യം ഒരു പ്യൂൺ ചെക്ക് ചെയ്യും, പിന്നെ ഒരു ക്ലർക്ക് ചെക്ക് ചെയ്യും, പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ ചെക്ക് ചെയ്യും, പിന്നെ ബോസ് ചെക്ക് ചെയ്യും. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇപ്പോൾ ഒരാൾക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഒരു പെർമിറ്റ് വേണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഒരു സിംഗിൾ വിൻഡോ ഒരു സംഭവം മതി. സംഭവം 8 പശുവിനെ വളർത്തുന്നുണ്ട്. പുള്ളിക്ക് അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഫൈലേറിയ എന്ന് പറഞ്ഞ രോഗം വന്നിട്ട് അതിൽ 4 പശു പിടഞ്ഞു വീണു. അതിൽ ബാക്കി 4 പശുവിന് ഇഞ്ചക്ഷൻ എടുക്കാതെ എന്നെ കൂട്ടുപിടിച്ചത്. ഞാൻ അവിടെ പോയതാണ്. അപ്പൊ ഞാൻ ചോദിച്ചേട്ടാ, ഇത്രയും 4 പശുക്കള് ചത്തുപോയല്ലോ, ഇത് ഇൻഷുർ ചെയ്യാൻ വരാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ലൈസൻസ് കിട്ടത്തില്ലെന്ന്. ലൈസൻസ് അതിനുള്ള നല്ല തൊഴുത്തും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് ഉണ്ടല്ലോ. ലൈസൻസ് 8 എണ്ണത്തിനായിട്ട് കൊടുക്കുകയല്ലോ. ഒത്തിരി റൂൾസ് ആൻഡ് കണ്ടീഷൻ ആണെന്നാണ്. ലൈസൻസ് കൊടുക്കുന്നില്ല. ഈ ഫാം നടത്താൻ വേണ്ടി. അത് തന്നെ. അല്ല, ഞാൻ പറയുന്നത് അങ്ങനത്തെ നിയമങ്ങളൊക്കെ നമ്മൾ കാലഹരണപ്പെട്ട നിയമങ്ങളൊക്കെ മാറ്റി എഴുതണം. കാരണം ഇവിടെ ഇപ്പം ഇന്ന് ധവള വിപ്ലവം ഇന്ത്യ വന്നപ്പം നമ്മൾ എന്താ ഈ പാൽ ഉൽപ്പാദനത്തിൽ നമുക്കറിയാം അത് ഗുജറാത്തിലാണ് തുടങ്ങിയത്. നമ്മുടെ എന്താ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഈ പാൽ ഉൽപ്പാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തമാകണം എന്ന ലക്ഷ്യത്തോടെയാണ് വന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും നമ്മൾ സ്വയം പര്യാപ്ത കൈവരിച്ചിട്ടില്ല. ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്നാണ് പാൽ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള കർഷകരെ അപ്പോൾ അത് നമ്മൾ ഇല്ലാത്ത വില കൊടുത്ത് മേടിച്ച് ഇവിടെ കൊണ്ട് മാർക്കറ്റ് ചെയ്ത് അതിന് പകരം നമുക്ക് ഇവിടെയുള്ള കർഷകരെ ഇത് മേടിച്ചിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുമല്ലോ. ഈ കർഷകന് അതിൻ്റേതായ ഒരു പിന്തുണയും അതിൻ്റേതായ വിലയും കൊടുത്താൽ ഇത് ഈ പറഞ്ഞ പോലെ അവനൊരു സംരംഭം തുടങ്ങണമെങ്കിൽ അതിനുള്ള നിയമങ്ങളൊക്കെ ലഘൂകരിക്കുക. ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നൂലാമാലകളും ഒക്കെ വരുത്തി വെച്ച് റെഡ് ടൈപ്പിസം എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൊളിച്ചെഴുതണം, മാറ്റി എഴുതണം.